നമുക്കറിയാത്ത ആൾക്കാരെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരുപാട് പേരാണല്ലേ മിക്കവരും. അപ്പോൾ അതായത് ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് പരിചയമുള്ള ആളോ പരിചയമില്ലാത്ത ആളോ ഒക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കേസിൽ കുടുങ്ങിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലായി അവർക്ക് എന്തെങ്കിലും പറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അത് സത്യമാണോ കള്ളമാണോ അല്ലെങ്കിൽ അവർ പെട്ടതാണോ കുടുങ്ങിയതാണോ എന്നൊന്നും ആലോചിക്കാതെയും ചിന്തിക്കാതെയും ചോദിക്കാതെയൊക്കെ നമ്മൾ അവരെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്യും. അതായത് അയ്യോ അവനെ കണ്ടാലേ അറിയാം അല്ലെങ്കിൽ അവളെ കണ്ടാലേ അറിയാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സമൂഹത്തിൽ അവർക്കെതിരെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ പിന്നീടായിരിക്കും അറിയുന്നത് ഈ വ്യക്തി നിരപരാധിയാണെന്നും അയാൾ ചിലപ്പോൾ കേസ് നടത്തി അയാൾ നിരപരാധി ആയിരുന്നു അയാൾ പെട്ടതാണെന്നൊക്കെ പിന്നീടായിരിക്കും മനസ്സിലാവുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നതോ ഇവരെ പറ്റിയിട്ടുള്ള ഡിഫെയിം ചെയ്ത് സംസാരിക്കുക, ജഡ്ജ് ചെയ്ത് മോശമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇവർ പിന്നീടും ഈ സമൂഹത്തിൽ വന്ന് ജീവിക്കേണ്ടവരാണ്, ഇവരൊക്കെ ഫേസ് ചെയ്യേണ്ടവരാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നില്ല. അയാൾ സമൂഹത്തിൽ അപമാനിതനാകുന്നു, അയാളെ ഒറ്റപ്പെടുത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് ഫേസ് ചെയ്യുന്നത് അയാളാണ്. പക്ഷെ നമ്മളോ അയാൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടോന്നോ അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണോന്നോ ഒന്നും അന്വേഷിക്കാതെ അയാളെ പറ്റിയിട്ട് നമ്മൾ ഡിഫെയിം ചെയ്തിട്ട് മാത്രം സംസാരിക്കുന്നു. ഈ സമൂഹം അയാൾക്ക് പിന്നീട് എന്തൊക്കെയാണ് അയാൾക്ക് തിരിച്ചു കിട്ടുന്നത്, അയാൾക്ക് അവിടെ ജീവിക്കാൻ പിന്നീട് കഴിയുന്നുണ്ടോ എന്നൊന്നും നമ്മൾ ആലോചിക്കാറില്ലല്ലേ. അപ്പോൾ ഇനിയെങ്കിലും ആരെങ്കിലും പറ്റി എന്തെങ്കിലും കേസിലകപ്പെട്ടു അല്ലെങ്കിൽ പോലീസ് പിടിച്ചു എന്നൊക്കെ അറിയുമ്പോൾ മാക്സിമം കഴിവതും നമുക്ക് അയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് സത്യം ഏത് കള്ളം ഏത് എന്നറിയാതെ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നോ ഒന്നും അറിയാതെ അയാളെ ഡിഫെയിം ചെയ്യാതിരിക്കുക. അവർക്ക് ഇനിയും അവർ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് ആരും തന്നെ ആരെയും ഡിഫെയിം ചെയ്യാതിരിക്കുക, ആരെയും തന്നെ ജഡ്ജ് ചെയ്യാതിരിക്കുക.